welcome to You and Me Learning. Here we are going to start the new text of English Standard 5. നമുക്ക് ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ടുള്ള കണ്ണിന് ആനന്ദം പകരുന്ന കളർഫുള്ളായിട്ടുള്ള ഒരു ബുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠഭാഗമാണ് ദ വാംത്ത് ഓഫ് ലവ്. വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത. ഊഷ്മളമായ സ്നേഹം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ സ്നേഹം പങ്കുവയ്ക്കുന്ന ഇടം കുടുംബവും പ്രകൃതിയുമാണ്. പ്രകൃതി നല്ലൊരിടമാണ് സ്നേഹം പങ്കുവയ്ക്കാൻ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നതും അവിടെ കാണാം. അപ്പോൾ കുടുംബത്തിലെ നമ്മുടെ മാതാപിതാക്കൾ സ്നേഹം പങ്കുവയ്ക്കുന്ന ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിലെ മറ്റൊരു കുഞ്ഞു കുടുംബം കൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, ആ അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും. അപ്പോൾ അവരുടെ സ്നേഹവും കണ്ടോ? നല്ലൊരു പാർക്കാണ് കാണിച്ചിരിക്കുന്നത്, പ്രകൃതിയാണ് കാണിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ മനോഹാരിത പോലെ എത്ര മനോഹരമാണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം. ചിത്രം നോക്കൂ കൂട്ടുകാരെ, 2 ചിത്രങ്ങൾ, അമ്മയും മകനും. അവിടെ അമ്മയും മകനും വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ചിത്രവും, രണ്ടാമത്തെ ചിത്രത്തിൽ കരയുന്ന കുഞ്ഞും അമ്മയും എന്തൊക്കെയോ കുഞ്ഞിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും കാണാം. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2 ചിത്രങ്ങളിലും കുട്ടികൾ സ്കൂൾ ബാഗും ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. പക്ഷേ ആദ്യത്തെ കുട്ടി മാത്രമാണ് ഹാപ്പി ആയിട്ടുള്ളൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? അപ്പോൾ ഒന്നാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? അവൻ അമ്മയോട് പോവാമെന്ന് പറയാണ് അല്ലേ? ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈസ് ഹി ഹാപ്പി? യെസ്, ഹി ഈസ് ഹാപ്പി. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? ഹീ ലൈക്സ് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഹീ ഈസ് ഹാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സേസ് ലൈക്ക് ദിസ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടി എന്താണ്? ഹീ ഈസ് ക്രൈയിങ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഹിസ് മദർ ഈസ് ടെല്ലിങ് ഹിം ടു ഗോ ടു സ്കൂൾ. ഹിസ് മദർ ഈസ് കമ്പല്ലിങ് ഹിം ടു ഗോ ടു സ്കൂൾ. വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് ദ കിസ്സിംഗ് ഹാൻഡ്. Let's start. In the story, a little raccoon named Chester is hesitant about going to school. Now let's see what happens to him. അപ്പോൾ ഇവിടെ റക്കൂൺ, അമ്മ റക്കൂണും കുട്ടി റക്കൂണിനെ കുറിച്ചുമുള്ള ഒരു കഥയാണ്. ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. റക്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കരടിയാണ്. അപ്പോൾ അമ്മ കരടി കുട്ടിക്കരടിയായ ചെസ്റ്ററിനെ സ്കൂളിലേക്ക് വിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെസ്റ്ററിന് ഇഷ്ടമല്ല സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിവിടെ നോക്കാം എന്നാണ് ആമുഖമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അപ്പോൾ കാട്ടിലെ ഒരു അറ്റത്താണ് വീട്. അപ്പോൾ അവിടെ നിന്ന് കരയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. അമ്മയോട് പറയണം എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് കൂട്ടുകാരുടെ കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് ഇവിടുത്തെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയുന്നതാണ് ആദ്യ ഭാഗം. ചെസ്റ്റർ പറയാണ് ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. I want to swing on my swing. Please may I stay home with you. Mr. Raccoon took Chester by the hand and nuzzled his ear. അപ്പോൾ എന്താണ് ഇവിടെ ചെസ്റ്റർ പറഞ്ഞിട്ട് കരയാണ്, എനിക്ക് ഇവിടുത്തെ കളിച്ചാൽ മതി, എനിക്ക് ഇവിടുത്തെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ മതി, എനിക്ക് ഇവിടുത്തെ ഊഞ്ഞാലിൽ ആടിയാൽ മതി, സ്വിങ് ഊഞ്ഞാലല്ലേ, ഞാനിവിടെ നിന്നോട്ടെ അമ്മയുടെ ഒപ്പം എന്ന് പറയാണ്. അപ്പോൾ അമ്മ കരടി എന്താണ് ചെസ്റ്ററിനെ എടുത്ത് ചെസ്റ്ററിൻ്റെ ചെവിയിൽ പതുക്കെ ഇങ്ങനെ മൂക്കുകൊണ്ട് ഉരസി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അമ്മ പറയാണ് സംടൈംസ് വി വിൽ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചിലപ്പോഴൊക്കെ നമുക്ക് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. അമ്മ പതുക്കെ പറയാണ് ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ഒരുപക്ഷെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത അൺഫെമിലിയർ ആയിട്ട് സ്ട്രേഞ്ചായിട്ട് അപരിചിതമായിട്ട് തോന്നുന്നുണ്ടാവും കാര്യങ്ങൾ. സ്കെയറി പേടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു, നമുക്ക് പേടിയൊക്കെ തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ തുടക്കത്തിൽ നീ പോയി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ ഇഷ്ടമാവും.
യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ പുതിയ ബുക്കുകൾ കിട്ടുമെന്ന് പറഞ്ഞ പോലെ പുതിയ ഊഞ്ഞാലിലാടാം, പുതിയ ബുക്കുകൾ വായിക്കാം. ബിസൈഡ്സ്, അത് കൂടാണ്ട് ഷീ ആഡഡ്, അമ്മ കൂട്ടിച്ചേർത്ത് പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ seem as warm and cozy as your days at home. അപ്പോൾ ഇവിടെ പറയാണ്, അതുകൂടാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു അത്ഭുതകരമായ രഹസ്യമുണ്ട്. ആ രഹസ്യം നിനക്കറിയാമെങ്കിൽ രാത്രിയിലെ നിൻ്റെ വിരസത. അപ്പോൾ അവിടെ രാത്രി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തും സെർച്ച് ചെയ്തപ്പോൾ ബോർഡിങ് സ്കൂളാണെന്ന് പറയുന്നുണ്ട്, നൈറ്റ് സ്കൂൾ എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് ഇത് നൈറ്റ് സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ സ്കൂളിൽ പോയി പഠിക്കുന്നത് നൈറ്റിൽ. അപ്പോൾ രാത്രി പോയിരുന്ന് പഠിക്കുമ്പോൾ പഠിക്കുന്ന ആ രാത്രികൾ വീട്ടിലെ പകൽ പോലെ സുന്ദരമാക്കാനായിട്ട് സുരക്ഷിതമാക്കാനായിട്ടുള്ളൊരു രഹസ്യമുണ്ട് എന്ന് അമ്മ അവിടെ പറയുകയാണ്. ആ രഹസ്യം എന്താണെന്നാണ് അടുത്തതായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ജസ്റ്റ് കണ്ണീരൊക്കെ തുടച്ചിട്ട് നല്ല ഉഷാറായി. എന്താണ് ആ സീക്രട്ട്? രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യം? വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റക്കൂൺ. അപ്പോൾ അമ്മ പറയാണ്. അപ്പോൾ ഇവിടെ മിസ്സ് കണ്ടപ്പോൾ മിസ്സസ് അല്ലേ വേണ്ടേ എന്നുള്ള ഡൗട്ടുണ്ടോ കൂട്ടുകാർക്ക്? മിസ്സ് എന്ന് മാരീഡായിട്ടുള്ള ലേഡീസിനെയും പറയും കേട്ടോ. അതുകൊണ്ടാണ് അവിടെ MS യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ പഴയ ഒരു സീക്രട്ടാണ്, വളരെ പഴയ ഒരു രഹസ്യമാണത് എന്ന് അമ്മ പറയാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. എനിക്ക് അമ്മയിൽ നിന്നാണ് അത് കിട്ടിയത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ രഹസ്യമാണത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ആ രഹസ്യത്തിൻ്റെ പേരാണ്, നമ്മുടെ പാഠത്തിൻ്റെ പേര്, ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, കിസ്സിങ് ഹാൻഡോ? വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. അപ്പം അമ്മ പറയാണ്, ഞാൻ അത് കാണിച്ചു തരാം. തിരക്ക് പിടിക്കില്ലേ, ഞാൻ കാണിച്ചു തരാമെന്ന് അമ്മ പറയാണ്. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. അപ്പോൾ മിസ് റക്കൂൺ എന്ത് ചെയ്തു? എന്നിട്ട് ചെസ്റ്ററിൻ്റെ ഇടത്ത് കൈയെടുത്ത് അതിലെ വിരലുകളൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് കറക്റ്റ് നടുക്ക് തന്നെ ഒരു ഉമ്മ വെച്ചു. ഷീ കിസ്ഡ് അല്ലേ? Chester felt his mother's kiss rush from his hand up his arm and into his heart. ചെസ്റ്ററിന് പെട്ടെന്ന് അമ്മയുടെ ആ ഉമ്മ ഇരച്ചു കയറും പോലെ തൻ്റെ കൈകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇരച്ചു കയറുന്നതായി അനുഭവപ്പെട്ടു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. തൻ്റെ ശരീരം മൊത്തം രോമാവൃതമാണല്ലോ അപ്പോൾ കരടിയുടെ. അപ്പോൾ ഇവൻ്റെ ശരീരം മൊത്തം എന്താണ്? സ്നേഹത്തിൻ്റെ ഊഷ്മളത കൊണ്ട് നിറഞ്ഞു. മിസ് റക്കൂൺ സ്മൈൽഡ്. അമ്മ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, മമ്മി ലവ്സ് യു. അപ്പോൾ ഇവിടെ അമ്മ പറയാണ്, എപ്പോഴൊക്കെയാണോ മോനെ നിനക്ക് ആകെ വിഷമം തോന്നുന്നത്, നീ തന്നെയാണെന്ന് തോന്നുന്നത്, ഒറ്റപ്പെട്ട പോലെ തോന്നുന്നത്, അപ്പോൾ നീ നിൻ്റെ ഈ കരങ്ങൾ ഉയർത്തി ഈ കൈ ഉയർത്തി നീ നിൻ്റെ കവളോട് ചേർത്തിട്ട് ചിന്തിക്കണം, അമ്മ മോനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. മമ്മി ലവ്സ് യു. അമ്മ മോനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയുടെ സ്നേഹം മോൻ്റെ ഒപ്പം ഉണ്ടെന്ന് മോൻ ചിന്തിക്കുക. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് to your face and fill you with the toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഈ കയ്യിലെ ഉമ്മ ചാടി എന്ത് ചെയ്യും? മുഖത്തേക്ക് വന്ന് നിന്നിൽ നിറയെ ഊഷ്മളമായ ചിന്തകൾ നിറയ്ക്കും. അപ്പോൾ നിനക്ക് വിഷമൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ ആ വിടർത്തിയ വിരലുകൾ അടച്ചു വെച്ച് താൻ ഉമ്മ വച്ച ചുംബിച്ച ആ ഭാഗം അടച്ചു വെച്ചു. വിരലുകൾ ഇങ്ങനെ മടക്കി വെച്ചു. കണ്ടോ കൂട്ടുകാരെ? ഈ ചിത്രം കണ്ടോ? ചെസ്റ്ററിൻ്റെ മുഖം കണ്ടോ? നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഷീ
ടീസ്ഡ് ഹിം. അമ്മ കളിയാക്കിക്കൊണ്ട് അവനോട് പറയാം, അതേ ശ്രദ്ധിക്കണേ, അത് കളഞ്ഞേക്കരുത് കേട്ടോ, അമ്മയുടെ ഉമ്മ കളഞ്ഞേക്കല്ലേ. ബട്ട് ഡോണ്ട് വറി, വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. എന്തായാലും പേടിക്കണ്ട, കൈ കഴുകാനൊക്കെ കൈ ഓപ്പൺ ചെയ്താൽ എന്താണ്, ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ കൈ തുറക്കുമല്ലോ, അപ്പോൾ പേടിക്കണ്ട, ആ കയ്യിലെ ഉമ്മ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും, എങ്ങോട്ടും പോകില്ല എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ ആ ഉമ്മ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ. ജസ്റ്റ് ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ജസ്റ്ററിന് തൻ്റെ ആ ഉമ്മ കിട്ടിയ കൈയിനെ ഭയങ്കര ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. സ്കൂളിൽ പോയാലും എവിടെ പോയാലും അമ്മയുടെ ആ സ്നേഹം എപ്പോഴും തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് കുട്ടിക്ക് മനസ്സിലായി. ദാറ്റ് നൈറ്റ് ജസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അന്ന് രാത്രി, രാത്രിയാണ്, ജസ്റ്റർ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു. സഡൻലി ഹീ ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞ് ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹർ. അമ്മയുടെ കൈകൾ തരൂ. ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അപ്പോൾ ഇവിടെ ചെസ്റ്റർ എന്താ ചെയ്യുന്നത്, ചെസ്റ്ററും അമ്മ ചെയ്ത പോലെ തന്നെ അമ്മയുടെ കരം ഗ്രഹിച്ച് ആ വിരലുകൾ ഇങ്ങനെ വിടർത്തി. വലിയ തനിക്ക് നല്ല സുപരിചിതമായ ആ കൈകളിലെ വിരലുകൾ ഇങ്ങനെ വിടർത്തി. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദി സെൻറ്റർ ഓഫ് ഹാൻഡ്. അമ്മയുടെ ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മയ്ക്കും ഉണ്ട് കിസ്സിങ് ഹാൻഡ്. ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അപ്പോൾ അവൻ അമ്മയോട് അങ്ങനെ പറഞ്ഞ് ടാറ്റ പറഞ്ഞു. ഐ ലവ് യു ജസ്റ്റ് സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അപ്പോൾ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടി വളരെ സന്തോഷത്തോടു കൂടി അവിടുന്ന് പോവുകയാണ്. ഇമയനക്കാതെ കുട്ടി പോകുന്നത് നോക്കി നിൽക്കുന്ന അമ്മ. അങ്ങറ്റത്ത് അതാ സ്കൂളുണ്ടല്ലേ. മിസ്റ്റർ റക്കൂൺ വാച്ച്ഡ് ജസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. അതാ അവൻ ആ സ്കൂളിലേക്ക് കയറുന്നത് അമ്മ കണ്ടു. സ്കാമ്പർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചടി വെച്ച് ഇങ്ങനെ നല്ല തടിച്ച കാലുകളില്ലേ കരടികളുടെ, ആ തടിച്ച കാല് എടുത്തു വെച്ച് വെച്ചടി വെച്ച് അവൻ പോകുന്നത് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടോ. അമ്മ കണ്ടു അവിടെ സ്കൂളിലേക്ക് കയറുന്നത്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. അപ്പോൾ സ്കൂളിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ബെല്ലടിച്ചു അല്ലേ. ഷീ പ്രസ്ഡ്. അത് കേട്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഷീ പ്രസ്ഡ് ഹർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അമ്മയുടെ ഇടത് കരം പൊക്കി തൻ്റെ കവളോട് ചേർത്ത് വെച്ച് ചിരിച്ചു. അതാണ് അമ്മയുടെ കിസ്സിങ് ഹാൻഡ് അല്ലേ. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അമ്മയുടെ ഹൃദയം ഉണ്ണിയുടെ ചെസ്റ്ററിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ അതെന്താണ്, ആ സ്നേഹം അമ്മയുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി. ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ അമ്മയെ സ്നേഹിക്കുന്നു, തൻ്റെ മകൻ തന്നെ സ്നേഹിക്കുന്നു, തൻ്റെ മകൻ തന്നെ സ്നേഹിക്കുന്നു. അതായത് ചെസ്റ്ററിൻ്റെ സ്നേഹം തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള മണി മുഴങ്ങി എന്നിടത്താണ് നമ്മുടെ മനോഹരമായ ഒരു കഥ, അമ്മ മകൻ അല്ലെങ്കിൽ പാരൻ്റൽ കെയർ ആൻഡ് ലവ് എന്ന മെസ്സേജ് തരുന്ന മനോഹരമായിട്ടുള്ള ഈ കഥ അവസാനിക്കുന്നത്. ഓഡ്രെ പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഷീ ഈസ് best known for The Kissing Hand, a picture book featuring raccoons with human qualities. അപ്പോൾ ഓഡ്രെ പെന്നാണ് നമ്മുടെ ഓതർ. അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇങ്ങനെ കഥകൾ എഴുതുന്നത്. അമേരിക്കൻ റൈറ്ററാണ്. ഈ കിസ്സിങ് ഹാൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്ചർ ബുക്കാണ്, നിറയെ പിക്ചേഴ്സും വിത്ത് സ്റ്റോറീസും. അപ്പോൾ ഇതിൽ റക്കൂൺസിനെ മനുഷ്യരെ പോലെ ഉപമിച്ച് പേഴ്സോണിഫൈ ചെയ്തിട്ട് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ 6-7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിലുണ്ട്. നമുക്കതും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം വൊക്കാബുലറി പാർട്ടും കൂടെ നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചെസ്റ്റർ ഡസൻറ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്ററിന് സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ലാത്തത്? ചെസ്റ്റർ വോണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ. ചെസ്റ്ററിന് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. ഹി വോണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്, റീഡ് ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ഹിസ് വിങ്സ്. ചെസ്റ്ററിന് വീട്ടിൽ തന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം, കളിപ്പാട്ടങ്ങളെടുത്ത് കളിക്കണം, വീട്ടിലത്തെ പുസ്തകം വായിച്ചാൽ മതി, വീട്ടിൽ ഊഞ്ഞാലിലൊക്കെ ആടിയാൽ മതി. സോ ഹീ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അവൻ്റെ വീട്ടിലിരുന്ന് കളിക്കാനാണ് ഇഷ്ടം, സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടമില്ല.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? ചെസ്റ്ററിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമല്ല സ്കൂളിൽ പോവാൻ. ഐ വിൽ ഗോ ടു സ്കൂൾ ഹാപ്പിലി ബിക്കോസ് സ്കൂൾ ഈസ് എ വണ്ടർഫുൾ പ്ലേസ് ടു പ്ലേ ആൻഡ് സ്റ്റഡി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യമൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. കാരണം സ്കൂള് ഈസ് എ വണ്ടർഫുൾ പ്ലേസ് ടു പ്ലേ ആൻഡ് സ്റ്റഡി. നല്ലൊരു സ്ഥലമാണ്, കളിക്കാനും പഠിക്കാനും കൂട്ടുകൂടാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് സ്കൂള്, അല്ലേ? വ്യത്യസ്ത അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെഴുതാം, അല്ലെങ്കിൽ ഇതെഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദി ഓൾഡ് സീക്രട്ട്. വാട്ട് മേ ബി ദ സീക്രട്ട്? ചെസ്റ്ററിൻ്റെ അമ്മ ഒരു പഴയ രഹസ്യമുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? ദി ഓൾഡ് സീക്രട്ട് വാസ് ദി ഐഡിയ ഓഫ് ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ് എന്നുള്ള ഐഡിയ ആയിരുന്നു ആ പഴയ രഹസ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ടു ഓവർകം ഹിസ് ഫിയേഴ്സ്? തൻ്റെ മകൻ്റെ പേടി മാറ്റാനായിട്ട് അമ്മ എങ്ങനെയാണ് സഹായിച്ചത്? ചെസ്റ്റേഴ്സ് മദർ വാസ് വെരി ഇൻ്റലിജൻറ്റ്. ചെസ്റ്ററിൻ്റെ അമ്മ ഭയങ്കര ബുദ്ധിമതിയായിരുന്നു. സോ ഷീ ടോട്ട് ഹിം നോട്ട് ടു ബി അഫ്രൈഡ് ഓഫ് ദ ന്യൂ സ്കൂൾ. അതുകൊണ്ട് അമ്മ വളരെ രസകരമായിട്ട് അവനെ പഠിപ്പിച്ചു, പുതിയ സ്കൂളിനെ പേടിക്കേണ്ട. ഷീ കിസ്ഡ് ഹിസ് ഹാൻഡ്. അമ്മ എന്ത് ചെയ്തു? അമ്മ മകൻ്റെ കൈകളിൽ ഉമ്മ വെച്ചു. ദെൻ ഷീ ടോൾഡ് ഹിം ടു പ്രസ് ഹിസ് ഹാൻഡ് ഓൺ ഹിസ് ചീക്ക് whenever he feels loneliness. കുട്ടിക്ക് എപ്പോഴൊക്കെയാണ് തനിച്ചാണ് എന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ ഈ ഉമ്മ വെച്ച കൈ കവളോട് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ദാറ്റ് ടൈം ഹി വിൽ ഗെറ്റ് ദ വാംത്ത് ഓഫ് ഹിസ് മദേഴ്സ് ലവ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഫിയേഴ്സ്. അപ്പോൾ ആ സമയം അമ്മയുടെ സ്നേഹം അവന് ലഭിക്കും, അമ്മയുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത അവൻ അനുഭവിക്കും. അതുവഴി അവന് പേടിയെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന് അമ്മ പഠിപ്പിച്ചു കൊടുത്തു. See the fifth question, how did Chester feel when he kissed his mother? ചെസ്റ്റർ തിരിച്ച് അമ്മയെ ഉമ്മ വെച്ചു അല്ലേ? ചെസ്റ്റർ അമ്മയെ ഉമ്മ വെച്ചപ്പോൾ അവൻ എന്ത് തോന്നി? വെൻ ചെസ്റ്റർ കിസ്ഡ് ഹിസ് മദർ ഹി ഫെൽറ്റ് കംഫർട്ടഡ് ആൻഡ് ലൗഡ്. കുട്ടി അമ്മയെ ഉമ്മ വെച്ചപ്പോൾ കുട്ടിക്ക് വീണ്ടും വളരെ ആശ്വാസവും സ്നേഹവും തോന്നി, സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. ഹീ കുഡ് ഗോ ടു സ്കൂൾ ബൈ ഓവർകമ്മിങ് ഹിസ് ഫിയർ. അതുവഴി അവന് സ്കൂളിലേക്ക് പോവാനുള്ള ധൈര്യം ലഭിച്ചു. അവൻ്റെ പേടിയൊക്കെ മാറി സ്കൂളിലേക്ക് പോകാനായിട്ട് ആരംഭിച്ചു. സ്കൂളിലേക്ക് പോയി കുട്ടി. ആൻഡ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ, മദർ റക്കൂൺ ആൻഡ് ഹർ സൺ ചെസ്റ്റർ റക്കൂൺ. And the last textual question is this, which part of the story do you like the most? Why? ഈ കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? എന്തുകൊണ്ടാണ് അത് ഇഷ്ടമായത്? ഐ ലൈക്ക് ദ പാർട്ട് ദാറ്റ് ദ മദർ കിസ്സസ് ഹിസ് ഹാൻഡ്സ് ടു കംഫർട്ട് ഹിം. അപ്പോൾ എനിക്കിഷ്ടമായ ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കൂട്ടുകാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇഷ്ടമായത് എങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഇതെഴുതാം. അപ്പോൾ എനിക്ക് അമ്മ മകൻ്റെ കയ്യിൽ ഉമ്മ വെച്ച ആ ഭാഗം, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉമ്മ വെച്ച ഭാഗമാണ് ഇഷ്ടമായത്. കൂടാതെ അതിലൂടെ തെളിയുന്നത് അമ്മയുടെ ബുദ്ധിയാണ്. ഹർ ഇൻ്റലിജൻസ് ആൻഡ് ലവ്, ബുദ്ധി മാത്രമല്ല സ്നേഹവും, മേക്ക് ഹിം ഹാപ്പി. അത് രണ്ടും കൂടെ കൂടിയപ്പോൾ കുട്ടി വളരെ ഹാപ്പിയായി. അപ്പോൾ ആ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വൊക്കാബുലറി ഡിസ്കസ് ചെയ്യാം. ഈ പ്രാവശ്യം തൊട്ട് ഗ്ലോസറി കൃത്യമായി എഴുതി തന്നിട്ടുണ്ട്. കോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കംഫർട്ടബിളായിട്ട്, ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് കോസി. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഔട്ടർ ബൗണ്ടറി, അറ്റമാണ്. ജെൻലി ഇൻ എ കൈൻഡ് മാനർ, വളരെ ദയയോടെ. നസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ടു റബ് എഗെയിൻസ്റ്റ് ജെൻറ്റ്ലി വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. അപ്പം മൂക്കുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഉരസുന്നതാണ് നസൽ. സ്കാമ്പർ, ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ്, പതുക്കെ ഓടുന്നതാണ്. എടുത്തെടുത്ത് വെച്ച് ഇങ്ങനെ ഓടില്ലേ, കാലെടുത്തെടുത്ത് വെച്ച് കരടികൾ ഓടുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെയുള്ള നടത്തത്തെയാണ് സ്കാമ്പറിങ് എന്ന് പറയുക. അടുത്തത് ഏതാണ്? സ്കാമ്പർ കഴിഞ്ഞു. സ്കെയറി, കോസിങ് ഫിയർ. സ്കെയറി എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന. സ്വിങ്, ഊഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഊഞ്ഞാലിലാണല്ലേ മുന്നോട്ടും ബാക്കോട്ടും ആടാം. അതുപോലെ ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് ഫൺ ഓഫ്, കളിയാക്കുക എന്നാണ് ടീസിങ്ങിൻ്റെ അർത്ഥം. ടിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ, അതായത് ഒരു ഇക്ലിപ്പെടുത്തുന്ന ഒരവസ്ഥ.
അതാണ് ടിങ്ക്ലിങ് എന്ന് പറഞ്ഞാൽ. ടൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ, വളരെ ചെറിയ. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്, ഒരു നല്ല ഹാപ്പി അവസ്ഥയാണ്, ഹാപ്പി ആയിട്ടുള്ളൊരവസ്ഥയാണ്, ഊഷ്മളമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വാംത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസൻറ്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് അഫെക്ഷൻ, സ്നേഹവും സുരക്ഷിതത്വവും ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് വാംത്ത്. വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു ക്ലീൻ ബൈ റബ്ബിങ്, വൈപ്പ് ചെയ്യുക, തുടച്ച് നീക്കുക. റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിയുക എന്നാണ് അർത്ഥം. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ അതർ സോഫ്റ്റ് എന്തെങ്കിലും പേപ്പറിലോ സോഫ്റ്റ് മെറ്റീരിയലിലോ കവർ ചെയ്യുന്നതിനെ റാപ്പ്, പുസ്തകം പൊതിയുന്നതിനെ റാപ്പ് ചെയ്യുക എന്നൊക്കെ പറയും അല്ലേ, കവർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്ത് പൊതിയുകയാണെങ്കിൽ റാപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതാണ് വേർഡ് മീനിങ്സ്, മലയാളം മീനിങ്സ്. കൂട്ടുകാരെല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് ഇപ്രാവശ്യം മേടിക്കണം. ഓക്കെ, താങ്ക് യു.